ശ്രീ ഷാബു പ്രസാദ്, നോക്കി ഇന്നലെ ഇ.പി. ജയരാജന്റെ പ്രസ്താവനയൊക്കെ വന്നതിന് പിന്നാലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇ.പി. ജയരാജൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, ഒന്നും പേടിക്കേണ്ട എന്നുള്ള ആത്മവിശ്വാസ പ്രസരണമാണ് നടത്തുന്നത്. ഇ.പിക്കൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വീണ് കിട്ടുന്ന ഒരു സുവർണാവസരം അല്ലെ. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ് എന്ന് ബി.ജെ.പി തിരിച്ചറിയുന്നും അത് ഉപയോഗിക്കുന്നുമുണ്ടോ? എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ശത്രുവിനെതിരെ കിട്ടുന്ന, അതും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലത്തിൽ എതിരാളിക്കെതിരെ വീണ് കിട്ടുന്ന ഒരായുധം അവർ ഉപയോഗിക്കുന്നു. അതെല്ലാവരും ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലേ? ആരും അത് ചെയ്യും. അതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഘട്ടത്തിൽ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നത് മാത്രമേ ബി.ജെ.പിയും ഇവിടെ ചെയ്യുന്നുള്ളൂ. അതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണത്. പക്ഷേ ഇവിടെ വിഷയം അതല്ല മാധു. ഇത് ഇത്ര പച്ചയ്ക്ക് എങ്ങനെയാണ് ഇ.പിക്ക് ഇങ്ങനെ കേരളത്തിൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതായത് തൻ്റെ പേരിൽ അതായത് കേരളത്തിലെ ഒരു പ്രമുഖ സീനിയർ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത, അദ്ദേഹം എഴുതാത്ത ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ പേരിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. അത് എന്തൊരു, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ? ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം പറയാം. 10,000-കണക്കിന് പുസ്തകങ്ങൾ DC അച്ചടിച്ച് കഴിഞ്ഞു. അത് അവരുടെ ഗോഡൗണുകളിൽ ഉണ്ട്, യാതൊരു സംശയവും വേണ്ട. അത് അങ്ങനെയാണ്. ഈ പുസ്തക പ്രസാധനത്തെ, പ്രത്യേകിച്ച് ഈ പുസ്തകം ഇറക്കുന്നതിൻ്റെ അകത്ത് ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണത്. ആ കൃത്യമായ ടൈമിങ്ങിൽ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നിടത്താണ്, ഇറക്കുന്നിടത്താണ് ആ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതിൽ എഴുത്തുകാരനെങ്കിലും ചുരുക്കം വേണ്ടേ, അതിൽ പുസ്തകം ഏറ്റുവാങ്ങാനൊരു മറ്റൊരാൾ വേണ്ടേ? ഇതൊന്നുമില്ലാതെ ഒരു ഇൻസ്റ്റഗ്രാം ടാഗ് ചെയ്തിട്ടാണോ അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുക? ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണോ അത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക? അയ്യോ, അങ്ങനെ എത്രയോ പുസ്തകങ്ങൾ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഒരു പുസ്തകം പ്രസാധനം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസിംഗ് ഫംഗ്ഷൻ വെച്ചിരിക്കണം എന്നുള്ളത് ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യമല്ല. മാതൃഭൂമി ബുക്സിന്റെയാണ് പുസ്തകം. അത് എത്ര വിപുലമായ ചടങ്ങിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ടാണ് അത് ഇറങ്ങുന്നത്. അങ്ങനെയല്ലേ തന്റെയും പുസ്തകം പുറത്തിറങ്ങുക എന്നുള്ളതാണ് ജയരാജന്റെ ചോദ്യം. സ്വാഭാവികമല്ലേ? ഓരോ പുസ്തകം ഇറങ്ങുന്നതിനും ചില സ്ട്രാറ്റജികളുണ്ട്. ആത്യന്തികമായിട്ട് എന്താണ്? പുസ്തകം ആൾക്കാർ പണം കൊടുത്ത് വാങ്ങുക, ആ പുസ്തകം വിജയിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് ദിവസം അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ടൈമിങ്ങിൽ ആ പുസ്തകം ഇന്ന ഷോറൂമുകളിൽ, DC-യുടെ ഷോറൂമുകളിൽ അവൈലബിൾ ആയിരിക്കും എന്ന ആ ഒരു അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ, അത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ പിന്നാക്കം പോകുന്നത് എന്തിനാണ്? ആര്? DC? അതെ. ആര് പിന്നോക്കം പോയി? DC പിന്നാക്കം പോയി. DC അല്ല, അവരുടെ നിയന്ത്രണമില്ലാത്ത, അവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം വന്നു. ഇതേപോലെ കഴിഞ്ഞ വർഷം മറ്റൊരു സംഭവം ഉണ്ടായി. ISRO ചെയർമാൻ S. സോമനാഥ് സാറിൻ്റെ പുസ്തകം ഇവിടെ കോഴിക്കോട്ടുള്ള ഒരു പ്രസാധകശാല ഇറക്കി. അവർ കംപ്ലീറ്റ് പുസ്തകം മുഴുവൻ പ്രിൻ്റ് ചെയ്ത് ഇവിടെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലെ ഏതാനും പുസ്തകങ്ങൾ വിൽക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സമയത്താണ് പുസ്തകത്തിലെ കുറച്ച് കണ്ടൻറ്റ് പുറത്തു വന്നതും അത് വിവാദമായതും അദ്ദേഹം നേരിട്ടിടപെട്ട് അതിൻ്റെ റിലീസിങ് അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ വിൽപ്പന നിർത്തിവെച്ചതും അതായത് അച്ചടിച്ച് കഴിഞ്ഞ പുസ്തകം. ഇതൊക്കെ ഈ പ്രസാധന രംഗത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു 10 സെക്കൻഡ് എനിക്ക് തരുമോ? ശരി പറയൂ മാധു. ഞാൻ ചോദിക്കട്ടെ, DC ബുക്സിനെ സംബന്ധിച്ചുള്ള ഒരാഴ്ച ഈ വിവാദം നിലനിൽക്കുന്നത്, അതിനേക്കാൾ വലിയ പബ്ലിസിറ്റി എവിടെയുള്ളത്? ഞാനാണ് DC ബുക്സിന്റെ ഉടമസ്ഥനെങ്കിൽ ഞാൻ ഈ 7 ദിവസമല്ല, ഒരു 15 ദിവസം ഈ വിവാദം നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും. കാരണം അത്രമാത്രം എനിക്ക് ആ ബുക്കിന്റെ പബ്ലിസിറ്റി. ഓരോ 15 മിനിറ്റിലും DC മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതെ, രണ്ടാമത്തെ കാര്യം മാധു പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോയിന്റിൽ നിന്ന് പറയുന്നു, എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രം പബ്ലിഷ് ചെയ്യുന്നു? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്രസാദന ചടങ്ങ് വെച്ചത് നടത്താൻ കഴിയാത്തതാണ് ഇ.പി. ജയരാജന് അറിയാം.
EP ജയരാജന്റെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു പ്രസാദന ചടങ്ങ് വെച്ച് ഞാൻ വലിയ എൻ്റെ ആത്മകഥയുടെ പ്രസാദനം നടത്തി ഇത് പൊലിപ്പിക്കാനൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇത് ചർച്ചയാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് ചെയ്തു. അല്ലാതെ DC ബുക്സ് EP ജയരാജനോട് റിലീസ് അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ രാജു പി നായർ പറഞ്ഞതിനാണ് ഞാൻ യോജിക്കുകയാണത്. അദ്ദേഹം ഇപിയുടെ ലക്ഷ്യം അദ്ദേഹം സാധിച്ചു കഴിഞ്ഞു. അദ്ദേഹം CPM-നെ പ്രതിസന്ധിയിലാക്കുക, അവിടെ പാലക്കാട്ട് സരിൻ്റെ പരാജയം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യം അദ്ദേഹം സാധിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അത് സാധിച്ചു കഴിഞ്ഞു. DC-യെ സംബന്ധിച്ചിടത്തോളം EP ജയരാജനെ പോലെയുള്ള ഒരാളുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്ന ഒരു വലിയ പ്രസാധകശാല, അവരുടെ ആ ഒരു ക്രെഡിബിലിറ്റി ഇപ്പോൾ അവർ മിണ്ടാതിരിക്കുന്നു. ഈ സമയത്ത് അവർ പക്വതയോടെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർ കരാർ പുറത്തു വിട്ടു, അത് വിട്ടു, അങ്ങനത്തെ ബാലിശമായ ഒരു കാര്യങ്ങളും ചെയ്യാതെ അവർ നിയന്ത്രണം പാലിച്ചിരിക്കുമ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി, ഒരു പ്രസാധകശാല എന്നുള്ള നിലയിൽ അവരുടെ ക്രെഡിബിലിറ്റിയാണ് ഉയരുന്നത്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാധു പറഞ്ഞതുപോലെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു റിലീസിംഗ് ഫംഗ്ഷൻ നിർബന്ധമായിട്ട് വെച്ചിരിക്കണം എന്നുള്ള നിരന്തരം ചോദ്യങ്ങളല്ലേ. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇന്ന് DC അവരുടെ ഫേസ്ബുക്ക് പേജിലിട്ട ഒരു പോസ്റ്റിന് താഴെ കോൺഗ്രസിന്റെ നേതാവ് VT ബൽറാം വന്ന് ചോദിക്കുകയാണ്, ഈ പുസ്തകത്തിന്റെ പ്രസാധനത്തിനുള്ള ചുമതല നിങ്ങളെ EP ഏൽപ്പിച്ചിരുന്നോ, അതുമായി ബന്ധപ്പെട്ട കരാറുണ്ടെങ്കിൽ അത് പുറത്തുവിടുമോ എന്ന് ചോദിക്കുകയാണ്. ഇത്തരത്തിൽ ഡയറക്റ്റായ ചോദ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന്, നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ഉയർത്തുകയാണോ താഴ്ത്തുകയാണോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. അത് എത്ര ദിവസം പോകും എന്നുള്ളത് നമുക്കറിയാം. ഈ ഇഷ്യൂവിൽ കൂടുതൽ ഇപ്പോൾ ഇങ്ങനെ ഈ തിളച്ചു മറിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടുതൽ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കണ്ട എന്നുള്ള ഒരു നിലപാടാണ് DC സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അത് ഉചിതമായ ഒരു തീരുമാനം തന്നെയാണ് എന്ന് തന്നെ എനിക്കത് പറയാൻ കഴിയുള്ളൂ. ഒരു പ്രസാദം എന്നുള്ള നിലയിൽ ഈ പറയുന്ന ഞാനാണെങ്കിലും അത് തന്നെ ചെയ്യുകയുള്ളൂ.